എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം വീഡിയോസൊക്കെ നമ്മൾ കുറച്ചിപ്പോൾ ഒന്ന് ഡിലേ ഒക്കെ വരുത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഞാൻ സ്ഥലത്തില്ല. ഓൾറെഡി ഞാൻ ബോംബെയിലാണ്. ശനിയാഴ്ച പോരത്തുള്ളൂ. അപ്പോൾ നമ്മൾ പഴയ പ്രതാപത്തോടു കൂടിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത തിങ്കളാഴ്ച തൊട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇത്തിരി കുറവായിരിക്കും. വരുന്ന ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ മിക്കപ്പോഴും ഔട്ട്സൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പം മാർക്കറ്റ് ഏകദേശം 15 പോയിന്റിലാണ് ഗ്യാപ്പ് അപ്പ് ആയിരിക്കണേ. ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയ വ്യത്യാസമുണ്ട്, 2ആണ്. ശരിക്കും 15 പോയിന്റ് നിഫ്റ്റിയിൽ വരുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു 50, 55, 60, 75 വരേണ്ടതാ. പക്ഷെ ഇന്ന് നിഫ്റ്റിന്റെ ഓപ്പണിനേക്കാളും മൈനസിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് ഒരു കൺസോൾട്ടേഷനൊക്കെ സൂചിപ്പിക്കുന്ന രീതികളാണ്. അപ്പോൾ നമ്മൾ 50 മിനിറ്റ്സിൽ മാർക്കറ്റ് ഒരു അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത മാർക്കറ്റ് നിൽക്കുന്നതേ ഒരു കൺസോൾട്ടേഷൻ സോണിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് ചെറിയൊരു 15 കാണിച്ചാലും അത് റെഡോട് കൂടിയിട്ടുള്ള ക്യാൻഡിൽ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഇന്നലെ മാർക്കറ്റ് വന്ന പോലെ തന്നെ ഒരു ഡോജി ക്യാൻഡിൽ. ശരിക്കും നമ്മളൊരു മൂവ് പ്രതീക്ഷിക്കേണ്ടത് 23,794 പൊക്കത്തോട്ട് 60% ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ബ്രേക്ക് ഔട്ട് ആവുമ്പോഴാണ് ശരിക്കും 23,911 ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. രണ്ടാമത്തെ കേസ്, ഗ്യാപ്പ് ഇന്നലെ ഇൻഡെക്സിൽ ഫില്ലായിട്ടില്ല, ചെറിയൊരു മിച്ചം വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ 23,682 ബ്രേക്ക് ചെയ്താൽ മാത്രം, പിന്നെ നമ്മൾ ഇൻഡെക്സ് സ്ട്രൈക്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്, അത് DKനെ ബേസ് ചെയ്തിട്ടുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് 23,682 ഡൗൺ ആയി കഴിഞ്ഞാൽ 23,633 അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടാ 23,538. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ വ്യൂ പറഞ്ഞ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു കാരണവശാലും PE നോക്കുന്നില്ല. ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഫോർമേഷൻ ആയതുകൊണ്ട് CE കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അതിന്റെ ഈ ഒരു ലെവലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞേച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ. ഇപ്പൊ കൺസോൾട്ടേഷൻ ആണ്, പിന്നെ ഗ്യാപ്പ് ഫില്ലിങ് നടത്താനുണ്ട്. പിന്നെ 15 മിനിറ്റ്സിൽ മാർക്കറ്റ് അപ്പർ സൈഡ് ആണ്. 30 മിനിറ്റിൽ ക്രോസ് ഓവർ വന്നിട്ടേ ഉള്ളൂ, SMA ഒക്കെ മുട്ടിയിട്ട്. അത്
ഗ്രീനിലേക്ക് കയറിയിട്ടില്ല. പിന്നെ 1 അവറിൽ മാർക്കറ്റ് അപ്പർ സൈഡാണ്, SMA മുട്ടിയിട്ടില്ല. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത്. ക്രോസ് ഓവർ താഴത്തോട്ടൊന്നും വരാതെ നമുക്ക് അടുത്ത ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ രണ്ടാമത് 2 മണിക്കൂറിൽ നോക്കുമ്പോൾ അപ്പർ സൈഡാണ്. 4 മണിക്കൂർ നോക്കുമ്പോഴും ക്രോസ് ഓവർ വരാറായിട്ടുണ്ട്. ഡെയിലി ക്യാൻഡലിൽ മാത്രമാണ് ഡൗണിലേക്ക് നിൽക്കുന്നത് മാത്രമല്ല, അത് കാര്യമാക്കണ്ട, നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ചെറിയ ഡൗണൊക്കെ എന്തായാലും വരും. എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ താഴത്തോട്ട് വന്നാലേ ഉള്ളൂ. കാരണം നമ്മളൊരു 3 പോയിന്റ് കയറ്റി അല്ലെങ്കിൽ എൻട്രി മുകളിലോട്ട് നമ്മൾ സി എടുത്താലും സ്റ്റോപ്പ് ലോസ് ടൈറ്റ് ആയിട്ട് ഇടണം. അതിന് നമ്മൾ ഒരിക്കലും പിശുക്ക് കാണിക്കേണ്ട കാര്യമില്ല. സ്റ്റോപ്പ് ലോസ് ഇടാൻ പിശുക്ക് കാണിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട് നമ്മള് പറഞ്ഞ പോലെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഇടണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ നമ്മൾ ഒരു 10 എൻട്രി, ഇപ്പൊ ഞാൻ പല വീഡിയോയിലും കാണിക്കുന്നുണ്ട്, ചിലപ്പോൾ ഒരു 3-4 പ്രാവശ്യം എൻ്റെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഹിറ്റ് ചെയ്യും. ഞാൻ അതിൻ്റെ ഒരു ലെവലിൽ വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ ആയിട്ട് 4 തവണയൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. ഇപ്പൊ 5ാമത്തെ തവണ ആയിരിക്കും ക്ലച്ച് പിടിച്ച് കയറുന്നത്. അപ്പൊ അവിടെ ചിലപ്പോൾ മാക്സിമം ഒരു 3 എണ്ണമൊക്കെ കോസ്റ്റ് ടു കോസ്റ്റ് ആയിരിക്കും. ഒരെണ്ണമൊക്കെയാണ് 1-2 പോയിന്റ് അടിച്ച് പോകത്തുള്ളൂ. അത് പേടിയുള്ള ആളുകൾക്ക്. അപ്പൊ ഇന്ന് മെജോറിറ്റി ഞാൻ ഫോക്കസ് ചെയ്യുന്നതും സിയിലേക്കാണ്. ഇന്നലെ വരാനായിട്ട് മിച്ചം വെച്ചിട്ടുള്ള ഒരു ഏരിയ ഒക്കെ അവിടെ നിൽപ്പുണ്ട്. 15 നമ്മള് മേജറായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇന്നലെ മാർക്ക് ചെയ്താണ് 23,924 ലെവലുണ്ട്. അത് നമ്മളൊന്ന് മൈൻഡിൽ വെച്ചേക്കുക. സ്ട്രൈക്ക് സിയില് 23,600, പിയില് 24,000. അത് രണ്ടും കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. അപ്പൊ സിയില് ക്രോസ് ഓവർ താഴത്തോട്ടാണ് നിൽക്കുന്നത്. അപ്പൊ താഴത്ത് വന്നിട്ട് അത് ക്രോസ് ഓവർ ആവണ വരെയും പിയിൽ ചെറിയൊരു ചാൻസിനുള്ള ഇതുണ്ട്. അപ്പൊ അവിടെ ഒരു 50% ക്രോസ് ഓവർ ആയി തിരിച്ചു പോന്നാൽ പി അഗെയിൻ ഡൗൺ ആവും. അതുകൊണ്ട് 230 എന്നുള്ള ലെവല് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. 230 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെ ഉള്ളത് 161ആണ്. കാരണം സിയിൽ റീകർവിനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇവിടെ തന്നെ ഇങ്ങനെ സി കൺസോൾട്ടേഷൻ ചെയ്ത് മേ ബി നിന്നേക്കാം. ഈ SMA സപ്പോർട്ട് എടുത്തിട്ട് ഈ RSI തിരിച്ച് ക്രോസ് ഓവർ ആവുന്നത് വരെ. സ്റ്റിൽ റെഡിലേക്ക് കയറിയ സ്ഥിതിക്ക് നമ്മുടെ കണ്ണില് പിയിലാണ് മാർക്കറ്റ് സ്റ്റിൽ നിൽക്കുന്നത്. ചെറിയൊരു താഴത്തോട്ട് വന്നിട്ടായിരിക്കും മേ ബി തിരിച്ചു പോകുന്നത്. കൺസോൾട്ടേഷൻ സോണിൽ നിൽക്കുന്ന കാരണം കണ്ടിന്യൂഷൻ മൂവ് ചെയ്യുവോ അതോ ഇവിടെ തന്നെ നിൽക്കുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ അറിയാനായിട്ടുള്ളൂ. അത് 14 മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യണമെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. സിയില് ഡൗൺ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ച് 200 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് തിരിച്ചു പോകത്തുള്ളൂ. പിയില് മാർക്കറ്റ് 280 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. ഇവിടെ ചെറിയൊരു കൺസോൾട്ടേഷൻ, ചെറിയൊരു ഡൗൺ വരുമെന്നുള്ളൂ. അപ്പൊ തൽക്കാലം ഇപ്പൊ ഞാൻ നോക്കുന്നത് അടുത്ത ക്യാൻഡലിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിയില് ഒരു എൻട്രി ആണ് ഞാൻ തൽക്കാലം പോസിബിൾ ചെയ്തേക്കണം. കാരണം RSI മേളിൽ പോയി തിരിച്ച് ക്രോസ് ഓവർ ആവുന്നത് വരെ കൺസോൾട്ടേഷൻ വരാം. ഈ ഒരു നിലവിലുള്ള ക്യാൻഡലിന്റെ ലോ, അതായത് മാക്സിമം നമുക്കൊരു ലോ ഇടാൻ പറ്റുന്നത് 244ആണ്. അതിന് താഴത്തോട്ട് പോന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫാള് നല്ല രീതിയിൽ താഴത്തോട്ട് വരും. കാരണം സിയില് നിലവിലുള്ള ക്യാൻഡലിന്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സിയിലേക്ക് ഒരു തിരിച്ചുവരവ് എന്തായാലും ഉണ്ടാകും. അത് RSI ക്രോസ് ഓവർ ആയി കഴിയാതെ നമുക്ക് സിയിലേക്കുള്ള റിവേഴ്സൽ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. 230 താഴത്തോട്ട് പോയാൽ മാത്രമാണ് പി ഒരു ഡൗണിങ് ഫാളിലേക്ക് ആയി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇവിടെ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ട് ഒരു എൻട്രി ഒന്നും പോസിബിൾ അല്ല. ഇപ്പൊ വേണമെങ്കിലും മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം രാവിലെ തന്നെ സ്റ്റോപ്പ് ലോസ് ആളുകളെ ഹിറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ നല്ല രീതിയിലുണ്ട്. ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇട്ടിട്ട് നമുക്ക്
എൻട്രി എടുക്കൽ നടക്കുകയില്ല. കാരണം സിയുടെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതൊന്നാമത്തെ റീസൺ. രണ്ടാമത് പിയില് 280 ടച്ച് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ഏത് ആദ്യം വരും എന്നുള്ളത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. നമ്മൾ മെയിനായിട്ട് ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സിയിലേക്ക് തന്നെയാണ്. കാരണം RSI കംപ്ലീറ്റ് നിൽക്കുന്നത് സിയിലേക്കാണ്. പിന്നെ പിയിലേക്ക് ചെറുത് വല്ലതും കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് കൂടുതലും സിയിലേക്ക് തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ സിയിലേക്ക് നല്ല രീതിയിലൊരു മൂവ്മെന്റ് പോയി കഴിഞ്ഞാൽ അത് 298 വരെയൊക്കെ പോകാനായിട്ട് കിടപ്പുണ്ട്. അപ്പൊ അതിനു മുമ്പ് ചിലപ്പോ സിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എങ്ങാനും വരുവാണെങ്കിൽ അത് പിയിൽ എടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് RSI ഇടക്ക് വെച്ചിട്ടൊക്കെ എപ്പോൾ വേണമെങ്കിലും തിരിയാം. അത്ര ഉറപ്പില്ലാത്ത പിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പിന്നെ അതവിടെ ഞാൻ ഇട്ടേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാനോ, കാരണം രണ്ടാമത് 280 എന്നുള്ള ഒരു ലെവൽ ഇതുവരെ മാർക്കറ്റിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഒരു ട്രിപ്പിൾ ബോട്ടോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ മേ ബി ഒരു നല്ല സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് താഴത്തോട്ട് അടിക്കുകയാണെങ്കിൽ പിയിൽ ചെറിയ പോയിന്റ് എടുക്കാം ആദ്യം എന്ന ഉദ്ദേശം മാത്രമാണ്. കാരണം RSI ക്രോസ് ഓവർ ആവാത്ത സ്ഥിതിക്ക് ഇടക്ക് വെച്ചിട്ട് തിരിഞ്ഞ ചരിത്രം ഉണ്ട്, ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പൊ ഈ കൺസോളേഷൻ സോണിൽ നിൽക്കുന്നതാണ് എനിക്കൊരു എന്താ പറയണ്ടേ, നമ്മൾ മെജോറിറ്റി കോൺസെൻട്രേഷൻ ചെയ്യുന്ന സിയിലേക്ക് തന്നെയാണ്. പക്ഷെ പിയില് കിട്ടണമെങ്കിൽ ചെറുത് കിട്ടട്ടെ എന്നും പറഞ്ഞിട്ടാണ് നമ്മളത് എടുത്ത് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്. ഇരുന്നൂറ്റി മുപ്പതിന് താഴെ പോയാൽ മാത്രമാണ് നമുക്കൊരു എന്താ പറയണ്ടേ, ഒരു ആവറേജിങ്ങിലേക്ക് നമുക്ക് അത് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഹെഡ്ജിങ് പൊസിഷൻ വേണമെങ്കിൽ ചെയ്യാം. സിയും കൂടെ നമുക്ക് എടുത്ത് വെക്കാം. പക്ഷെ അത് 210 ബ്രേക്ക് ചെയ്താലാണ് സിയിലൊരു മൂവ്മെന്റ് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. 210 മുകളിലോട്ട് വന്നു കഴിഞ്ഞാലാണ് മാർക്കറ്റ് 214 ഒരു മൂവ്മെന്റ് കിട്ടത്തുള്ളൂ. ഇരുന്നൂറ്റിയേഴ് 210 ബ്രേക്ക് ചെയ്യണം. കാരണം സിയില് 214 എന്നുള്ളൊരു ലെവല് നിപ്പുണ്ട്. ഈ 50% നിന്ന് RSI ഡൈവർജൻസ് ആവുമെന്ന് മാത്രം ഇനി നോക്കിയാൽ മതി. ½ % ഒരു തിരിവ് വരികയാണെങ്കിൽ മാത്രമാണ് സിയിൽ കൂടുതൽ മൂവ് നടക്കത്തുള്ളൂ. 207 മുകളിൽ ക്ലോസ് ചെയ്യണം. 210 കൂടെ ബ്രേക്ക് ചെയ്താലാണ് നമുക്കൊരു 214 224 ഭാഗത്തേക്കുള്ള ഒരു മൂവ്മെന്റ് സിയിൽ കിട്ടത്തുള്ളൂ. കാരണം 15 മിനിറ്റ്സില് 30 മിനിറ്റില് ഒക്കെ മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ സി സൈഡാണ് നിൽക്കുന്നത്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റ് ചിലപ്പോ വലിയ മൂവ്മെന്റ് സിയിലേക്ക് പോകില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ചിലപ്പോൾ ഒരു പിയിൽ സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ വന്നേക്കാം. അതുകൊണ്ട് നമ്മൾ വലിയ ലോട്ടൊന്നും പിയിൽ എടുത്തിട്ടില്ല. ഒരു റോങ് ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ് പിയിൽ തൽക്കാലം ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം RSI മേലോട്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. 50% നിന്ന് തിരിയാതിരിക്കാം. ചിലപ്പോൾ നമ്മളെ ട്രാപ്പിലാക്കാനുള്ള ചാൻസും ഉണ്ട്. ഒരു 100 പോയിന്റ് ഇന്ന് റൈഡ് പി സിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടിങ് പൊതുവെ വരാറുള്ളതാണ്. 230 താഴത്തോട്ട് പാളായാൽ മാത്രമാണ് നമുക്ക് ഡൗൺ ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ആവറേജ് ചെയ്യാനും പറ്റില്ല. കാരണം നമ്മൾ 230 താഴത്തോട്ട് ഡൗൺ ആയി കഴിഞ്ഞ് നമ്മൾ ആവറേജ് ചെയ്ത് 230 നമ്മുടെ ആവറേജിങ് പൊസിഷനായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ആവറേജിങ് ഇപ്പൊ നമ്മളെ എൻട്രി 258 നിൽക്കുന്നത്. ആ 258 എൻട്രി അതവിടെ അതിന്റെ വഴിക്ക് നടന്നോളും. അത് അതിന്റെ വഴിക്ക് നടന്നോട്ടെ. നമ്മൾ 230 താഴത്തോട്ട് പോയാൽ മാത്രം ആവറേജിങ്ങിനെ പറ്റി ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ സിയിൽ നമുക്ക് പ്രോഫിറ്റ് എടുത്തുകൂടായില്ലേ? ഈ ഡൗണിട്ട് പോകുന്ന അത്രയും നമുക്ക് സിയിൽ പ്രോഫിറ്റ് എടുക്കാം.
കാരണം 210 ബ്രേക്ക് ചെയ്താൽ 214 ഒരു റിജക്ഷൻ നിൽപ്പുണ്ട്. 214 215 നമുക്ക് അടുത്ത ക്യാൻഡിൽ അറിയാൻ പറ്റും മാർക്കറ്റ് സി ആണോ പിയിലേക്കാണോ മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം സിയിൽ 50% മാർക്കറ്റ് നിൽക്കുകയാണ്. 50% ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന എല്ലാ ട്രേഡുകളും സക്സസ് ആവണം എന്നില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് നമ്മൾ എപ്പോഴും തെറ്റായ എൻട്രിയിൽ പ്രോഫിറ്റബിൾ ആവാനായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ട്രേഡ് എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ കൂടുതലും മനസ്സിനെ കോൺസെൻട്രേഷൻ ചെയ്യാനും ധൈര്യം ഉണ്ടാക്കാനും ഞാൻ മെജോറിറ്റി ഡൗട്ട് ആണെങ്കിൽ ഏതിലെങ്കിലും ഒരെണ്ണത്തിൽ എടുക്കും. മെജോറിറ്റി പോയി ഞാൻ പെടുന്നത് കംപ്ലീറ്റ് റോങ് ഡയറക്ഷണൽ മൂവിലാണ് ഞാൻ മെജോറിറ്റി പോയി പെടാറ്. പക്ഷെ അതിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്ന് നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ തട്ടുകേടില്ലാതെ പോകാനായിട്ട് പറ്റും. കാരണം ഓൾറെഡി ഇവിടെ ഒരു ക്രോസ് ഓവർ നിലവിൽ വന്നിട്ടുണ്ട്. പിയില് നമ്മൾ ഓൾറെഡി രാവിലെ പറഞ്ഞതാണ് കൺസോൾട്ടേഷൻ ടൈമാണ്. RSI ഏത് നിമിഷവും ക്രോസ് ഓവർ ആവാം. എന്നിട്ട് നമ്മൾ പിയിൽ തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഇനി വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു 252 മുകളിലോട്ടൊക്കെ വന്നിട്ട് കോസ്റ്റ് ടു കോസ്റ്റോ 260 ഒരു റിജക്ഷൻ പോയിന്റ് ആണ്. 260 മുകളിലോട്ട് പോയാലാണ് PE അഗെയിൻ 776 ഭാഗത്തേക്കൊക്കെ മാർക്കറ്റിൽ മൂവ് ആവത്തുള്ളൂ. 207 മുകളിൽ ശരിക്കും ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് 210 ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് 215 ഭാഗത്തേക്ക് പോകത്തുള്ളൂ. പക്ഷെ അതിനു മുമ്പ് 100 പോയിന്റിന്റെ റൈഡ് വല്ലതും വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നാണ് ഞാനിത് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 150 പോയിന്റ് മുകളിലോട്ടുള്ള ഒരു മൂവാണ് സിയിൽ വരുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ നല്ല രീതിയിൽ വരാൻ ചാൻസ് മെജോറിറ്റി അങ്ങനെ കാണാറുണ്ട്. കാരണം 215 മാത്രമാണ് ഒരു ട്രിഗർ പ്രൈസ് ആയിട്ട് സിയിലുള്ളൂ. 215 ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് ഒരു 223 വരെ മേ ബി പോയേക്കാം. നൂറ്റി 90 സിയുടെ ഒരു പക്ക സപ്പോർട്ടിങ് സോൺ ആയിട്ടുള്ളത്. ആ 190 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗൺ ആയാൽ അതിനോടൊപ്പം തന്നെ 260 ബ്രേക്ക് ചെയ്ത് PE മൂവ് ചെയ്താൽ PE മുകളിലോട്ടായിരിക്കും മാർക്കറ്റിന്റെ മൂവ്മെന്റ്. അപ്പൊ നമ്മുടെ ഇവിടെ ഒന്ന് ആവറേജ് ചെയ്യാനായിട്ട് തീരുമാനിച്ചാണ്. പെട്ടെന്നൊരു ക്വിക്കായിട്ടുള്ള ഒരു മൂവ്മെന്റ് അവിടെ വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരു ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സമയം കിട്ടിയില്ല. ക്വിക്കായിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ ആവറേജിങ് ഒരു 250 ഭാഗത്തേക്കൊക്കെ ഒന്ന് വന്നേനെ. സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ ഒന്ന് ആവറേജ് ചെയ്ത് നോക്കാമെന്നുണ്ടായിരുന്നു. നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ആവറേജ് ചെയ്യുക, അതിന്റെ തൊട്ട് താഴെ സ്റ്റോപ്പ് ലോസ്, ആ 2 ലോട്ട് അവിടെ തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ എൻട്രി പോയിന്റിന്റെ ഒരു വര അവിടെ നിൽക്കുന്ന കാരണം അതൊരു പക്ക റിജക്ഷൻ ആയിട്ട് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാനൊരു വര വരച്ചാലും അത് ഇത്തിരി പ്രോബ്ലമാണ്. അപ്പൊ 260 262 ഒരു റിജക്ഷൻ പോയിന്റ് ആണ്. അതിന് മേളിലോട്ട് മൂവ് ചെയ്യണം മാർക്കറ്റ്. ആവറേജ് ചെയ്തായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് പ്രോഫിറ്റിലേക്ക് ഇറങ്ങായിരുന്നു. മുന്നൂറ്റി 30 675 21 പോയിന്റ് ഓൾറെഡി അതിന്റെ ആയിട്ടുണ്ട്. അപ്പൊ അത് 21 പോയിന്റ് ആയപ്പോഴത്തേക്കും നമ്മളത് എക്സിറ്റ് ആയിട്ടുണ്ട്. അത് കയറിയൊക്കെ പോണെങ്കിൽ പോട്ടെ, കയറ്റി ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് ആണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ റോങ് ഡയറക്ഷനിൽ PE എടുത്തിട്ട്
നമ്മൾ ഹോൾഡ് ചെയ്തതിന്റെ റീസൺ. അപ്പൊ അവിടെ മാർക്കറ്റ് താഴത്തോട്ട് പോകുമ്പോഴത്തേക്കും അത് പേടിച്ചിരുന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഈ മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്ലൂ ലൈൻ്റെ ടോപ്പ് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെയും ബ്ലൂ ലൈൻ്റെ ബോട്ടം ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആ ബോട്ടം ലെവൽ ബ്രേക്ക് ചെയ്ത് വന്നാൽ 160, അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ മാർക്കറ്റ് താഴത്തോട്ട് പോകത്തുള്ളൂ. എല്ലാവരും സിയുടെ പുറകെ പോയി, നമ്മൾ മാത്രം പിയുടെ പുറകെ പോയി. കാരണം ഇതേപോലത്തെ സാഹചര്യങ്ങളൊക്കെ മാർക്കറ്റിൽ വന്നത് നമ്മുടെ മനസ്സിൽ ഓർത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അതായത് സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ സിയിൽ വരും എന്ന് ഉറപ്പായിട്ടും നമ്മൾ വിശ്വസിക്കുമ്പോൾ എന്താ പറയണേ, നമ്മളവിടെ നിന്ന് ഇറങ്ങാനായിട്ട് തോന്നില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ഡിസിഷൻ കറക്റ്റ് ആണെന്നുള്ള നമ്മുടെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ അത് ഓപ്പോസിറ്റ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇറക്കും. അത് നമ്മളറിയാതെ തന്നെ നമ്മൾ അതിൽ നിന്ന് എക്സിറ്റ് ആകും. അതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാൻഡലിലാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ 160 എന്നുള്ള ഒരു സപ്പോർട്ടാണ്. 160 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ മാത്രമാണ് പി നമുക്ക് ഇൻഡെക്സിന്റെ ചാർട്ടും കൂടെ നോക്കാം. ഇൻഡെക്സിന്റെ ചാർട്ടിൽ 5 മിനിറ്റിൽ RSI താഴത്തോട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ 23,686 ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. ആ ലെവലും ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് 23,686 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി മാർക്കറ്റ് താഴത്തോട്ട് പോകും. അപ്പൊ നമ്മള് സിയിൽ സ്റ്റോപ്പ് ലോസ് കണ്ടിങ് വരുമെന്ന് പറഞ്ഞു. അത് അറ്റപ്പറ്റേ നമ്മൾ പ്രതീക്ഷിച്ച ലെവലിലേക്കൊന്നും വന്നില്ല. ആ സ്റ്റോപ്പ് ലോസ് വന്നു, 1/3 ആയിട്ട് തിരിച്ച് കയറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഹെഡ്ജ് ചെയ്ത പ്രോഫിറ്റ് അല്ലെങ്കിൽ ആവറേജ് സിയിലും പിയിലും മാറി മാറി ആവറേജ് ചെയ്ത പ്രോഫിറ്റ്, RSI ഓൾറെഡി ഒരു മടക്ക് വന്നിട്ടുണ്ട്. ഇത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അങ്ങ് പോണം എന്നുള്ളതാണ്. അത് എത്ര പോയിന്റ് വരെ പോകും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ഇനിയൊരു ഡൗട്ട് ഉള്ളത്. 275 ഒരു റിജക്ഷൻ ഉണ്ട്. അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 437 വരെ സ്പേസ് ഉണ്ട്. പക്ഷെ അത്ര ഇന്ന് തന്നെ പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. കാരണം നമ്മളിത് സ്ഥിരം കാണുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മാർക്കറ്റ് സിയിൽ സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് വരും. 100 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് നോർമലി സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ്ങിന്റെ സമയത്ത് വരാറ്. അതെന്തുകൊണ്ടാണ് ഇവിടെ ആദ്യത്തെ റിജക്ഷൻ? നമ്മള് പിയില് കറക്റ്റ് ഈ ഒരു പിൻബാർ, അത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഏതൊരു പ്രൈസ് ആക്ഷൻ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും ചാർട്ട് കാണുമ്പോൾ തന്നെ, പ്രൈസ് കാണുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മള് ഇത് വന്ന് ഇവിടെ ഹിറ്റ് ചെയ്തു, നെക്സ്റ്റ് ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ ആയിട്ട് അതിന്റെ ഹൈ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് 340 പോകത്തുള്ളൂ. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഇവിടെ നോക്കിയേ, ഒരുപാട് ക്യാൻഡിൽ കൺസോൾട്ടേഷൻ ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഔട്ട് ആവാതെ. ഇവിടെ 3 ക്യാൻഡിൽ ആയിട്ടുണ്ട്. അതിനുശേഷം ഒരു പിൻബാർ സപ്പോർട്ട് എടുത്ത ആ ലെവലിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു ഡൗട്ട് അടിച്ചിട്ട് നമ്മളത് കയറ്റി വെക്കാനോ, അല്ലെങ്കിൽ ഇവിടെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, നെക്സ്റ്റ് ക്യാൻഡിൽ ഇൻഡിസിഷൻ ക്യാൻഡിൽ അതിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത മുകളിലോട്ട് കുറയും. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കത് അറിയാൻ പറ്റും, ഇവിടുത്തെ ആ ഒരു റിജക്ഷന്റെ കേസ്. അതിനുശേഷമാണ് മാർക്കറ്റ് ഇവിടെ നിന്ന് എന്താ പറയണേ, ബ്ലൂ ലൈനിന്റെ ബോട്ടം എത്തി, അല്ലെങ്കിൽ ബ്ലൂ ലൈനിന്റെ ടോപ്പും ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഈ മൂവ്മെന്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു ഇവിടെ നിന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്ത് പോകണം. അത് മാക്സിമം ഇനിയൊരു റിജക്ഷൻ പ്രൈസ് ഉള്ളത് 223 ആണ്. 223 ബ്രേക്ക് ചെയ്തിട്ട് ആ മൂവ്മെന്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 270 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 310 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 352, പിന്നെയാണ് 425 മാർക്കറ്റിൽ നിൽക്കുന്നത്. ഏത് രീതിയിലാവും എന്നുള്ളത് സിയുടെ RSIയുടെ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക്
പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ റിജക്ഷൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകില്ലെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഓൾറെഡി 223 നമ്മൾ ആദ്യമേ ഒരു റിജക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അവിടെ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത് തമ്മിൽ ടാലി ആയിട്ടുള്ള റേറ്റുകളാണ്. അത് പെട്ടെന്ന് ഒരാൾക്ക് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇത്തിരി പാടാണ്. കാരണം ഇവിടെ എം പാറ്റേൺ വന്നത് പിയില് വോളിയം കൂടുതലായത് കാരണം അത് ഓൾറെഡി അവിടെ റിജക്ഷൻ ആയി. അപ്പൊ അതേപോലെ തന്നെ സിയില് ആ ഒരു ലെവലിലാണ് മാർക്കറ്റ് റിജക്ഷൻ ആയിരിക്കുന്നത്. ഈ ഒരു ബേസ് വെച്ചിട്ടാണ് റിജക്ഷൻ ആയിരിക്കുന്നത്. നമ്മൾ 222 223 അടുത്ത ഒരു റിജക്ഷൻ പോയിന്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് 221 വരെ. നമ്മൾ സിയില് നമ്മൾക്ക് ഇനി ഒരു എസ് എൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 197 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. 197 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് വന്നാലാണ് ഒരു റിജക്ഷൻ ആയി എന്നെങ്കിലും പറയാനായിട്ട് പറ്റത്തുള്ളൂ. അത് 175 160 ഒക്കെ ബ്രേക്ക് ചെയ്ത് വന്നാലാണ് മേജർ ആയിട്ടുള്ളൊരു ഡൗൺ. ഇപ്പൊ ഒരു ഇൻബിറ്റ്വീൻ സ്പേസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇൻബിറ്റ്വീൻ സ്പേസ് ആണ്. അപ്പൊ ഇതൊരു സപ്പോർട്ട് എടുക്കാനായിട്ട് ഇനി വന്നാലും ഒരുപാട് തടസ്സങ്ങളുണ്ട്. കാരണം 206 സപ്പോർട്ട് ഉണ്ട്, 203 സപ്പോർട്ട് ഉണ്ട്, 197 സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അത് നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് 230 എന്ന് പറഞ്ഞിട്ടൊരു ലെവൽ ഉണ്ട്. ഈ 230 ലെവൽ ചെയ്ത് മാർക്കറ്റ് ഡൗൺ ആയാലാണ് സി കണ്ടിന്യൂ ചെയ്ത് അപ്പായി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഇതൊരു ഡോജി ക്യാൻഡിലാണ്. അപ്പൊ നെക്സ്റ്റ് ക്യാൻഡിൽ 230 ബ്രേക്ക് ചെയ്ത് ഒരു ഡൗൺ ആയി കഴിഞ്ഞ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിരിക്കും വരുന്നത്. അതായത് പ്രീവിയസ് പിയുടെ ക്യാൻഡിലിന്റെ വോളിയം എന്തോരം ഉണ്ടായിരുന്നോ അതേ വോളിയത്തോടു കൂടി മാർക്കറ്റ് താഴത്തോട്ട് ഡൗൺ ആവും. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എത്ര പോയിന്റ് കിട്ടിയിട്ടുണ്ട്? 184 മുതൽ 215 വരെ. അത്രയും പോയിന്റിന്റെ വ്യത്യാസം മേ ബി ഇവിടെ വന്നേക്കാം. അപ്പൊ നമ്മൾ രാവിലെ വേറെ ഒന്നും കോൺസെൻട്രേഷൻ ചെയ്തിട്ടില്ല. മെജോറിറ്റി നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തത് സിയിൽ തന്നെയാണ്. മാർക്കറ്റ് അപ്സൈഡ് മൂവ്മെന്റ് ആണ്. ഹൈ വോളിയം മൂവ്മെന്റ് മാർക്കറ്റിൽ ഉണ്ടാവും. അങ്ങനെ ഹൈ മൂവ്മെന്റ് മാർക്കറ്റിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടിങ് വരും. അപ്പൊ പിയിലെ സ്റ്റോപ്പ് ലോസ് കണ്ടിങ് നമുക്ക് എടുത്തിട്ട് സിയിലേക്ക് പോകാം എന്നാണ് നമ്മൾ രാവിലെ ഡിസിഷൻ എടുത്തത്. അപ്പൊ നമ്മള് പിയിലെ സ്റ്റോപ്പ് ലോസ് കണ്ടിങ് എടുത്തു. അത് കറക്റ്റായിട്ട് ഇതേ ഇവിടെ നോക്കിയേ, ഇവിടെ മാർക്കറ്റ് മേളിൽ പോയി താഴത്ത് വന്നു സപ്പോർട്ട് എടുത്തിട്ടാണ് മേളിലോട്ട് പോയിരിക്കണേ. ഇവിടെ നോക്കിയേ, മേളിൽ പോയി ഇവിടെ വന്നു സപ്പോർട്ട് എടുത്തു, മേളിൽ പോയിട്ടാണ് ബ്രേക്ക് ചെയ്തിരിക്കണേ. അപ്പൊ ആ ഒരു റെസിസ്റ്റന്റ് കൺസോൾട്ടേഷൻ സോണിലാണ് നമ്മൾ കറക്റ്റായിട്ട് മാർക്കറ്റ് എക്സിറ്റ് ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തത്. 207 മുകളിലോ അല്ലെങ്കിൽ താഴത്തുനിന്നോ എടുത്താലും ഇപ്പൊ 170 എടുത്താലും പ്രോഫിറ്റബിൾ ആണ്. 170 238 വരെ 10-60 പോയിന്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ വേണ്ട 210 എടുത്താലും 30-40 പോയിന്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്തിരി പാടാണ്. ഇവിടെ നിന്നൊന്ന് സസ്റ്റെയിൻ ചെയ്ത് മേളിലോട്ട് പോലും ഇത്തിരി പാടാണ്. ഒന്ന് കയറി കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 270 ബ്രേക്ക് ചെയ്താൽ 300 ഭാഗത്തേക്കൊക്കെ പോകണം. അത് ഒറ്റയടിക്ക് പോകണം എന്ന് നമ്മൾ ഒരിക്കലും വാശി പിടിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ പോകത്തുള്ളൂ. നമ്മളെ ഇപ്പൊ കോമൺ ആയിട്ട് എല്ലാവർക്കും മൈനസ് വന്നു കഴിഞ്ഞാൽ അത് എന്റെ കാശ് വാഷ് ഔട്ട് ആവുമെന്നുള്ള ടെൻഷൻ. പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ 500 രൂപ കിട്ടിക്കഴിയുമ്പോൾ ഇനി അത് മൈനസിലേക്ക് പോകുമോ, 500 രൂപ കിട്ടിയതായല്ലോ എന്നുള്ള ടെൻഷൻ. ഇത് മാറ്റി വെക്കാതെ ഒരു പരിപാടി നടക്കില്ല. നമ്മള് എന്തെങ്കിലും ഒരു എന്താ പറയണ്ടേ ടിപ്പ് മാർക്കറ്റിൽ ഇട്ട് വെക്കണം. അത് കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അങ്ങ് ഇറങ്ങിയേക്കുക, അല്ലെങ്കിൽ ട്രെയിൽ ചെയ്ത് വെക്കുക. ഇപ്പൊ ഇവിടെ ഒരു കൺസോൾട്ടേഷനാണ്. ഇപ്പൊ 241 മാക്സിമം എക്സിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഒരു 21-5 പോയിന്റിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇട്ടേക്കുക, RSI ക്രോസ് ഓവർ ആവുന്നവരെ. ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ഒക്കെ ഉണ്ടാവും, അതൊന്നും കാര്യമാക്കണ്ട. ഞാൻ ഓൾറെഡി പറഞ്ഞു സ്ഥലത്തില്ല. നമ്മൾ നോർമലായിട്ട് പറഞ്ഞത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും. അപ്പൊ ഇവിടെ എന്താ, ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പിയിൽ എന്തായാലും നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ആ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കറക്റ്റ് ആയിട്ട് പോയിട്ട് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു അടുത്ത 5 മിനിറ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടന്റ് ആണ്. അത് ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നാലാണ് 348 പോകത്തുള്ളൂ. അവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് വന്ന് നിൽക്കുന്നത്. കാരണം ഇവിടെ റിജക്ഷൻ ആയി. ആ റിജക്ഷന്റെ ഭാഗത്തേക്കാണ് പി അപ്പായത്. അപ്പൊ അതിനർത്ഥം പി ഇവിടം വരെ പോയി റിജക്ഷൻ ആവുമ്പോ അതാണല്ലോ സിയിലെ സ്റ്റോപ്പ് ലോസ് കണ്ടിങ്.
ആ സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് വന്നു കഴിഞ്ഞാൽ 100 പോയിന്റിനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോ 170 നിന്ന് എടുത്താലും 270 100 പോയിന്റ് റൈഡായി. നമ്മൾ 100 പോയിന്റോ 150 പോയിന്റിന്റെ റൈഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് 50 പോയിന്റ് മിനിമം, അതിൽ 50 പോയിന്റ് എങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇവിടെ കിട്ടും. ഇപ്പൊ 207 അല്ലെങ്കിൽ 210 എടുത്താൽ 55-60 പോയിന്റ് ആയിട്ടുണ്ട്. 10 നിന്നാണെങ്കിലും 60 പോയിന്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ടൈറ്റ് വാതിലാണ്. ആ 270 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് കയറിപ്പോകും. അപ്പൊ 269 പോയിട്ട് തിരിച്ചു വരാം. നമ്മുടെ സ്ഥിരം കണ്ടിട്ടുള്ളതാ 266.90. അതിനർത്ഥം അത് ബ്രേക്ക് ചെയ്യില്ല എന്നുള്ളതല്ല. ബ്രേക്ക് ചെയ്താൽ ഹൈ വോളിയത്തോടു കൂടി മാർക്കറ്റ് പോട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ടൈം നോക്കിയില്ല, പൊതുവെ 10 മണിക്കാണ്. ഇതിപ്പോ 10:05 9:55 10:05 ഇതിനിടക്കാണ് നമ്മൾ മെജോറിറ്റി ഒരു ടാർഗറ്റ് മിക്കപ്പോഴും റീച്ച് ചെയ്യാറുണ്ട്. അപ്പൊ ഇന്നത്തെ 10 മണി ടാർഗറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലാണ്. അതായത് 270 എന്തുകൊണ്ട് ടച്ച് ചെയ്യില്ല എന്ന് ചോദിച്ചാൽ, ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെയും പോകണം. എങ്ങോട്ട് പോകണം? 300ലേക്ക് പോകണം. ഒരു 30 പോയിന്റും കൂടെ മാർക്കറ്റ് മുകളിലോട്ട് പോകണം. അപ്പൊ 266.90. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ മിക്കപ്പോഴും ഒരു എന്താ പറയണ്ട, ഒരു ബേസ് അവിടെ ഇട്ടിട്ട് ഒരു റിജക്ഷൻ ഇട്ടിട്ട് പോവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ലോക്കിംഗ് പൊസിഷൻ ഒന്നും ഇല്ല. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 266 നമുക്ക് എക്സിറ്റ് ആയിട്ട് പിന്നെ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നോക്കണം. ഇല്ലെങ്കിൽ നമുക്ക് 230 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് നമുക്കത് ലോ ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. 230-നും 270-നും ഇടയ്ക്കുള്ള 40 പോയിന്റിൽ നമുക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ലോക്കിംഗ് പൊസിഷൻ ഒന്നും ഇല്ല മെജോറിറ്റി. ഇപ്പൊ നമ്മൾ മെജോറിറ്റി ലോക്ക് ചെയ്യുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ 266 270 ഞാൻ പറഞ്ഞു. അപ്പൊ അതൊരു മിച്ചം വിട്ടിട്ട് റിവേഴ്സ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി. അതിനർത്ഥം 270 ബ്രേക്ക് ചെയ്യുമെന്നുള്ളതല്ല. അപ്പൊ അത് ഈ ഒരു അതിർത്തിയുണ്ട്. ഈ ഒരു അതിർത്തി തുറന്നു കൊടുത്താൽ ആളുകൾക്ക് അപ്പുറത്തോട്ട് പോകേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ വെച്ച് വിട്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ ചെയ്യുന്നത്, ഇപ്പൊ ഒരു 10 ലോട്ട് എടുത്തു അല്ലെങ്കിൽ ഒരു 7 ലോട്ട് ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ഈ റെഡ് ക്യാൻഡിൽ വരുന്ന സമയത്ത് അതിനകത്തൊരു 7 ലോട്ട് ആണെങ്കിൽ ഒരു 5 ലോട്ട് അവിടെ കൊടുക്കും. ബാക്കിയുള്ളത് ഒരു 21 പോയിന്റിൽ ലോക്ക് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അത് ഈ RSI എപ്പോ പോയി ക്രോസ് ഓവർ ആവുന്നോ ആ സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് 100 150 പോയിന്റ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് 21 പോയിന്റിൽ വന്ന് അടിക്കും. അല്ലാതെ നമ്മള് കംപ്ലീറ്റ് ലോട്ട്സ് ഇവിടെ തന്നെ മാക്സിമം ലോട്ടിൽ നിന്ന് മുഴുവൻ കിട്ടണം, അല്ലെങ്കിൽ അത് 21 ഇട്ട് ട്രെയിൽ ചെയ്ത് നോക്കണം, അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പൊ അതിനാണ് നമ്മളിപ്പോ 2 ലോട്ട്, മിനിമം ഒരു 2 ലോട്ടെങ്കിലും എടുത്താൽ 21 പോയിന്റ് വരുമ്പോൾ ആദ്യത്തെ ഒരു ലോട്ട് കൊടുക്കുക, മറ്റേത് കോസ്റ്റ് ടു കോസ്റ്റ് വെക്കുക, അല്ലെങ്കിൽ ഒരു പോയിന്റ് കയറ്റി വെക്കുക. അപ്പൊ നമ്മളുടെ ഉദ്ദേശം ഒരു ലോട്ടിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ്. ബാക്കി മാസത്തിൽ 4 ട്രേഡ് 200 പോയിന്റ്, 4 ട്രേഡ് 100 പോയിന്റ്, അത് ഒരു ലോട്ടിൽ കിട്ടണം. ബാക്കിയുള്ള ഒരു ലോട്ട് എന്നും കൊന്നും 21 പോയിന്റ് ആയിരിക്കും കീപ്പ് ചെയ്ത് പോകുന്നത്. അങ്ങനെ മണി മാനേജ്മെന്റും റിസ്ക് മാനേജ്മെന്റും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു അടുക്കും ചിട്ടയില്ലാതെ പോയി കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് 266 മാർക്കറ്റിൽ മിച്ചം വെച്ചപ്പോ നമ്മള് 266 മാർക്കറ്റില് മിച്ചം വെച്ചപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അത് ട്രാപ്പാണ്. കാരണം കുറച്ചുകൂടെ ഊർജം സംഭരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും അത് താഴത്തോട്ട് വന്നിട്ട് മുകളിലോട്ട് പോകും. അപ്പൊ നമ്മൾ പറഞ്ഞു അവിടെ ട്രെയിൽ ചെയ്ത് വെക്കാനുള്ള ഏരിയ 240 മാത്രമേ ഉള്ളൂ. അതിന് താഴത്തേക്ക് നമുക്ക് ട്രെയിലിംഗ് ഓപ്ഷൻ ഇല്ല. ആ മാർക്കറ്റ് പിന്നെ ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നെ പോകാനുള്ളത് 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാർക്കറ്റ് 290 292. അപ്പൊ ഇപ്പുറത്ത് പിയില് എവിടെയായി ഒരു ലോവർ ലെവല് മാർക്കറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ട്. 1 2 3 4ാമത്തെ ലെവലിലെ ലോവർ ലെവല് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് പോയാൽ മാർക്കറ്റ് 120 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത്. കാരണം ഇത് വളരെ ഒരു എന്താ പറയണ്ടേ, പിയില് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ, അതായത് 1 2 3ാമത്തെ തവണ ഒരുപാട് തവണ അവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് വളരെ സ്ട്രോങ് ആണ്.
ഇൻ കേസ് അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മേ ബി ചിലപ്പോൾ നല്ലൊരു ഫാള് മാർക്കറ്റിൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം നമ്മളിവിടെ ഏകദേശം നമ്മൾ 300 പറഞ്ഞത്. മാർക്കറ്റിൽ നിലവിലെ ഹൈ പോയിരിക്കുന്നത് ഏകദേശം 289 ലെവലാണ്. അതിൽ മെജോറിറ്റി ഒരു റിജക്ഷൻ വരാനുള്ള പോസിബിലിറ്റി 299 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 310 പിന്നെ മുകളിലോട്ട് മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പൊ 299.50 വരുമോ ഇല്ലയോ എന്ന് നമുക്ക് ആദ്യം നോക്കാം, ഈ ക്രോസ് ഓവറിനോട് അനുബന്ധിച്ചിട്ട്. അപ്പൊ നമ്മള് 100 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. 100-150 പോയിന്റിന്റെ മൂവ്മെന്റ് സിയിൽ ഉണ്ടാവും. അത് മാത്രമാണ് നമ്മൾ ഇന്ന് കോൺസെൻട്രേഷൻ ചെയ്തത്. അപ്പൊ 170 നിന്നാണെങ്കിൽ 270-120 പോയിന്റ് ആയിട്ടുണ്ട്. അതേപോലെ 205-ന്നോ 200-ന്നോ എടുത്തിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 100 പോയിന്റ് ആയിട്ടുണ്ട്. 100 പോയിന്റ് എന്ന് പറഞ്ഞാൽ 7 ലോട്ടിൽ എത്ര രൂപയായെന്നൊന്ന് ആലോചിച്ച് നോക്കണം. 289 RSI ക്രോസ് ഓവർ ആവുന്നവരെ. അപ്പൊ അതിനെ നമുക്ക് 2 മിനിറ്റിലേക്കും കൂടെ ഒന്ന് മാറ്റിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. 2 മിനിറ്റില് ഇത് ഗ്രീനിലേക്ക് കയറി കഴിഞ്ഞാൽ മാത്രമാണ് അത് ഡൗൺ ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ 299.50 ആണ് എന്റെ മനസ്സിലുള്ള ഒരു ട്രിഗർ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം. അപ്പൊ അത് മുട്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. നമുക്കത് വാച്ച് ചെയ്യാം. ഓൾമോസ്റ്റ് നമ്മൾ 299.50 ആണ് പറഞ്ഞത്. അത് ഏകദേശമൊക്കെ കറക്റ്റ്. ഇപ്പൊ എന്റേതായിട്ടുള്ള ഒരു ടാർഗറ്റ് ആയിരുന്നു അത്. അപ്പൊ അതിന്റെ ഹൈ പോയിരിക്കുന്നത് 300.90 ആണ്. നമ്മൾ 300 ഓൾറെഡി പറഞ്ഞതാണ്. എങ്കിലും 299.50 ടാർഗറ്റ് ക്ലിയർ ആയിട്ട് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് എത്ര പോയിന്റ് ആയി എന്നൊന്ന് നോക്കാം. 205 കയറി കഴിഞ്ഞാൽ, അതിന് താഴത്താണ് കയറിയത് എങ്കിലും നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. 170 കയറാം, വേണ്ട 200 കയറിയാലും കറക്റ്റ് 100 പോയിന്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 310 മുകളിലോട്ടുള്ള ഒരു മൂവ് കിട്ടിയാലാണ് നമുക്ക് 425 ഭാഗത്തേക്കുള്ള ഒരു മൂവ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ന് 100 പോയിന്റ് മൂവ് ചെയ്യും. കാരണം ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഹൈ വോളിയായിരിക്കും. കാരണം പിയില് ഇവിടെ സ്പേസ് വളരെ കുറവാണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, കഴിഞ്ഞ കുറെ നാളുകളത്തെ ലോവിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആയ ഓൾമോസ്റ്റ് ഒരു 130 ഭാഗത്തേക്കുള്ള ഒരു ഡൗൺ ആയിരിക്കും മാർക്കറ്റിൽ വരുന്നത്. ആ ഡൗണ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 120 ഭാഗത്തേക്ക് വലിയൊരു ഡംപ് വരും. ആ ഡംപ് രണ്ടും തമ്മിൽ ടാലി ചെയ്ത് എവിടം വരെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു 362 ആ ഒരു ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ഇത് തമ്മിൽ കമ്പയർ ചെയ്താലാണ് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അത് ആ വഴിക്ക് നടക്കട്ടെ. ഇപ്പൊ എന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ഡൺ ആണ്. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ മെജോറിറ്റി പോർഷൻ 300 കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഒരു 260 ഭാഗത്തേക്ക് ട്രെയിൽ ചെയ്ത് 260 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരം വരെ ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്നൊരു മൂവ്മെന്റ് ഒക്കെ മാസീവായിട്ടുള്ള മൂവ്മെന്റ് കിട്ടിയാൽ 425 ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് പോകും. എനിവേ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ അപ്പൊ നമ്മുടെ ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പം ജനുവരി തൊട്ട് തുടങ്ങുന്ന 1 ഇയർ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഡയറക്റ്റ് വിളിക്കുക. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിവേ ഓൾ ദി ബെസ്റ്റ്.